പക്ഷേ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത് 2024 കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ. രാജ്യത്തിനെ രക്ഷപ്പെടുത്തണം, രാജ്യത്തുള്ള മനുഷ്യർ തമ്മിൽ സ്നേഹത്തിൽ കഴിയണം. കാരണം ഞാൻ ഒരു ലോറി ഡ്രൈവർ കൂടിയാണ്, എൻ്റെ മൊത്തം പോയിട്ടുണ്ട്. എൻ്റെ പേരിലെ മതം നോക്കിയിട്ട് അനുഭവിച്ചവനാണ് ഞാൻ. എൻ്റെ മതം നോക്കിയിട്ട് ഈ രാജ്യത്ത് ഞാൻ എന്തെങ്കിലും അനുഭവിച്ചെന്ന് എനിക്കറിയാം. ഒരു ലോറിക്കാരനായതുകൊണ്ട്, ഇന്ത്യ മുഴുവൻ പോയതുകൊണ്ട്. അതുകൊണ്ട് മനസ്സിൻ്റെ വേദന കൊണ്ടാണ് ഇങ്ങനെ വെയിൽ കൊള്ളാനും കഷ്ടപ്പെടാനും ഇറങ്ങിയിട്ട്. രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവന്റെ വക്താക്കൾ, അവന്റെ കഴുത്തിൽ പൂമാല ഇടുന്നവർ, ഇന്നും നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് കൊള്ളയടിക്കാൻ വന്നപ്പോൾ ഈ രാജ്യത്തുള്ള മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥകൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ബ്രിട്ടീഷുകാരന്റെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കുക. അപ്പൊ അതിൽ നിന്ന് മോചനം വേണം. അതിൽ നിന്ന് മോചനം വേണം. നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യരെ അത്യന്തികമായി ജാതിയും മതവും ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി നമ്മൾ ഇന്ത്യയിലെ മനുഷ്യർ സഹോദരങ്ങൾ തന്നെയാണ്. ആദ്യം മുസ്ലിമിനെ തേടി വരും, പിന്നെ ക്രിസ്ത്യാനെ തേടി വരും. അതെ, മുസൽമാനെ ഇല്ലാതാക്കാൻ വേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ മുസൽമാന്റെ കൂടെ നിൽക്കാതിരിക്കാൻ വേണ്ടി ആദ്യം മുസൽമാനെതിരെ വർഗീയത പ്രചരിപ്പിക്കും. എന്നിട്ട് അവരെ കൂടെ നിർത്തിയിട്ട് ഇവരുടെ ഈ ആശയം നടപ്പാക്കും. എന്നിട്ട് രണ്ടാമത്തേതിലേക്ക് ഇറങ്ങി തിരിയുമ്പോൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ മുസൽമാനെ ഇവിടെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടാവും. പിന്നെ രണ്ടാമതായി ക്രിസ്ത്യാനിയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റാണ്. ഇതും കഴിഞ്ഞാൽ നിൽക്കൂല. ശൂദ്രരെന്നും ജന്മം കൊണ്ട് ശ്രേഷ്ഠരല്ലാത്തവരെന്നും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഈ ജന്മത്തിൽ ഞങ്ങളുടെ അടിമകളാവേണ്ടവരാണെന്നും പറഞ്ഞ് അവരെ അടിമകളാക്കിയ ഒരു കാലത്ത് അവർക്കെതിരെ വിരൽ ചൂണ്ടിയവരെ ആദ്യം ഇല്ലാതാക്കും. അതിനുശേഷം അവരിലേക്ക് ഇതൊന്നും ഇല്ല എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ഇത് പറയുന്നവർ വിചാരധാര എന്നെഴുതിയ ഗ്രന്ഥം എഴുതിയ ഗോൾവാൾക്കറെ എതിർക്കാൻ തയ്യാറാവണം. അവർ ഈ ഗോൾവാൾക്കറെ എതിർക്കാത്തിടത്തോളം കാലം ഈ ഗോൾവാൾക്കറുടെ ആശയം പിന്തുടരുന്നവരാണ്. ഈ ഗോൾവാൾക്കറോട് അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ച ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ ബ്രിട്ടീഷുകാരോട് ഐക്യത്തിൽ നിന്നോളാം, ഞാനും എൻ്റെ കൂടെയുള്ളവരും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ചോളാം, സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചോളാം എന്ന് പറയുന്നവരെ കഴുത്തിൽ പൂമാല ഇട്ടുകൊണ്ട് അവരെ ആദരണീയരായി കൊണ്ടു നടക്കുന്നവർ എന്താണ് പിന്നെ ഈ രാജ്യത്ത് ചെയ്യുന്നത്? നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നവൻ രാജ്യദ്രോഹിയാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ പൂമാല ഇടുന്നവർ പിന്നെ ആരാ? രാജ്യസ്നേഹികളോ? രാജ്യത്തിൻ്റെ നിയമപ്രകാരം രാജ്യദ്രോഹം ചെയ്തതുകൊണ്ടാണ് അവനെ തൂക്കിക്കൊന്നത്. എന്നിട്ട് അതേ രാജ്യദ്രോഹിയുടെ കഴുത്തിൽ പൂമാല ഇടുന്നവർ രാജ്യദ്രോഹികൾ തന്നെയല്ലേ? അവർക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും പൗരമാണ്, ധർമ്മമാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വ്യക്തി ഒറ്റയ്ക്ക് എത്ര കാലമായി? ഒരു വർഷമായിട്ട് ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ആവശ്യമായൊരു ഒരു അറിയിപ്പാണ് ഇവർ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്നുള്ളത് ഇനിയെങ്കിലും ഈ മതേതരത്തെ രാജ്യമാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശമാണ് അവർക്കുള്ളത്. തീർച്ചയായിട്ടും അയാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഹിന്ദുവിനെതിരെയോ ക്രിസ്ത്യാനിക്കെതിരെയോ മറ്റു ജാതി വിഭാഗങ്ങൾക്കെതിരെയല്ല. ഇവിടെ മനുഷ്യർക്ക് സ്നേഹത്തിൽ ജീവിക്കണം. ആ സ്നേഹത്തിന് ഭംഗം വരുത്തിയിട്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ വരുന്നത് ഏതൊരു ശക്തിയാണെങ്കിലും അവർക്കെതിരെ, അതിന് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയത്തിൻ്റെ പേര് ഇല്ല. ഇനി ഇപ്പോൾ പറയുന്ന രാഷ്ട്രീയമല്ലാതെ മറ്റൊരു രാഷ്ട്രീയമാണ് വരുന്നത് എങ്കിൽ ആ രാഷ്ട്രീയത്തിനെതിരെയും ഞാൻ പ്രതികരിക്കും.